പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ, എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെയൊക്കെയുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ ബികോമിൻ്റെ ഫസ്റ്റ് ഇയർ പേപ്പറായ ബിസിനസ് ആപ്ലിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടറിൻ്റെ രണ്ടാമത്തെ യൂണിറ്റാണ്. ആപ്ലിക്കേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന യൂണിറ്റാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാപ്റ്ററിൽ നമ്മൾ ഇന്ന് എടുക്കുന്നത് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടായിട്ട് ഇതിനെ രണ്ടായി നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. വലിയ ചാപ്റ്റർ ആയതുകൊണ്ട് ഇന്ന് അതിൻ്റെ പകുതി ഭാഗം നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. റൂൾ ഓഫ് കമ്പ്യൂട്ടർ ഇൻ ബിസിനസ്, കമ്പ്യൂട്ടർ ഫോർ സൊസൈറ്റി, റൂൾ ഓഫ് കമ്പ്യൂട്ടർ ഇൻ ബിസിനസ്, ട്രേഡ് ആൻഡ് കൊമേഴ്സ്, കമ്പ്യൂട്ടർ റോൾ ഇൻ ഓൺലൈൻ ബിസിനസ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പഠിപ്പിക്കുന്നത്. ഇതിൻ്റെ ബാക്കി ഭാഗം നമ്മൾ അടുത്ത ടോപ്പിക്കിൽ പഠിപ്പിക്കും. ഇതിൽ അപ്ലിക്കേഷൻസ് ഓഫ് റോൾ ഓഫ് കമ്പ്യൂട്ടർ ഇൻ ബിസിനസ് ആണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. ഒരു ബിസിനസ് മേഖലയിൽ കമ്പ്യൂട്ടറിൻ്റെ റോൾ എന്തൊക്കെയാണെന്നാണ്. ആപ്ലിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടർ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ അതിൻ്റെ ഭാഗങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. ആ ആപ്ലിക്കേഷനിൽ പെട്ട ഒന്നാണ് ബിസിനസ്. ഈ ബിസിനസ് മേഖലയിൽ കമ്പ്യൂട്ടറിൻ്റെ റോൾ എന്തെല്ലാം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ബിസിനസ്സിൽ ഇന്ന് ഒഴിച്ചുകൊള്ളും. ഒരു ഓഫ്ലൈൻ ബിസിനസ് ആയിക്കോട്ടെ, ഓൺലൈൻ ബിസിനസ് ആയാലും, ഒരു സിംഗിൾ ബിസിനസ് ആയാലും, പാർട്ട്ണർഷിപ്പ് ബിസിനസ് ആയാലും, സ്മാൾ ബിസിനസ് ആയാലും, മീഡിയം ബിസിനസ് ആയാലും, ലാർജ് ബിസിനസ് ആയാലും, ഇവിടെ ഒന്നും എന്തും ഒഴിവാക്കാൻ പറ്റാത്തൊരു കേസാണ് കമ്പ്യൂട്ടർ സംവിധാനം. അതിൽ മെയിനായിട്ട് നമുക്ക് ഇമെയിൽ ആവശ്യങ്ങൾക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു ബിസിനസ് മേഖലകളിൽ സന്ദേശങ്ങൾ അയക്കാൻ വേണ്ടി കമ്പ്യൂട്ടർ സംവിധാനം ഒരു ബിസിനസ്സിൽ നിന്ന് മറ്റൊരു ബിസിനസ്സിലേക്ക് B2B, ബിസിനസ് ടു ബിസിനസ് രൂപത്തിലാകാം. B2C, ബിസിനസ് നിന്ന് കസ്റ്റമറിലേക്കാകാം. B2E, അല്ലെങ്കിൽ ബിസിനസ് ടു എംപ്ലോയിലേക്ക് ചാറ്റ് ചെയ്യാനാകാം. B2G, ബിസിനസ് നിന്ന് ഗവൺമെന്റിലേക്കാകാം. അല്ലേ? ഇങ്ങനെ ഇമെയിൽ ആയിക്കോട്ടെ, ലൈവ് ചാറ്റ് ആയിക്കോട്ടെ, ഓഡിയോ വീഡിയോ കോൺഫറൻസിങ് സംവിധാനങ്ങളായിക്കോട്ടെ, മീറ്റിങ്ങുകൾ കൂടെ ഓൺലൈനായിട്ട് സൂം വഴി, ഗൂഗിൾ മീറ്റ് വഴിയൊക്കെ മീറ്റിങ്ങുകൾ കൂടാനൊക്കെ ആയിക്കോട്ടെ, ഇവിടെ നിന്നും കമ്പ്യൂട്ടർ ബിസിനസ് മേഖല അവിടെയൊക്കെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ മേഖലകളിൽ ഇത് അത്യാവശ്യമാണ് എന്നതാണ് പറയുന്നത്. അത് ഒന്നാമത്തെ നല്ല കമ്മ്യൂണിക്കേഷനാണ്. കമ്മ്യൂണിക്കേഷൻ മേഖലകളിലാണ് ഇമെയിൽ അയക്കാനും, മീറ്റിങ്ങുകൾ കൂടാനും, ഓഡിയോ കോൺഫറൻസിനും, വീഡിയോ കോൺഫറൻസിനും, വെബ് ചാറ്റിങ്ങിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത്. ഇതേപോലെ തന്നെ മാർക്കറ്റിംഗ് ഫീൽഡിൽ ആവശ്യമാണ്. മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യാൻ, മാർക്കറ്റ് എന്നാണ് ബയറും സെല്ലറും തമ്മിലുള്ള ആളുകൾ ഒരു കോൺട്രാക്റ്റ് ആണ്. അതിൻ്റെ അടിയിൽ ഒരുപാട് ഇടനിലക്കാരുണ്ട്, മിഡിൽ മാൻസ് ഉണ്ട്, ഹോൾസെയിലർ ഉണ്ട്, റീറ്റെയിലർ ഉണ്ട്. അപ്പോൾ ഇവിടെ ബ്ലോഗിംഗ് ആക്ടിവിറ്റീസ് നടത്താനും, അതേപോലെ തന്നെ അഡ്വർടൈസിങ്, ഈ ന്യൂസ് ലെറ്റർ തയ്യാറാക്കാനൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്. മാർക്കറ്റ് ഇലക്ട്രോണിക് ആയിട്ട് ന്യൂസ് ലെറ്റർ ആയിക്കോട്ടെ, പരസ്യങ്ങൾ കൊടുക്കാനായിക്കോട്ടെ, ബ്ലോഗ് ഉണ്ടാക്കാനായിക്കോട്ടെ, പ്രൊഡക്റ്റുകൾ അല്ലെ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ കേരളത്തിലുള്ള പ്രൊഡക്റ്റുകൾ ഗൾഫിലുള്ള ആളുകൾക്ക് കാണാൻ കഴിയും. നമുക്ക് ചൈനയിലുള്ള പ്രൊഡക്റ്റുകളും അമേരിക്കയിലുള്ള പ്രൊഡക്റ്റുകളും നമ്മുടെ നാട്ടിൽ നിന്ന് നമുക്ക് പരിശോധിക്കാനും അതിനൊക്കെ എന്ത് ആവശ്യമാണ്. മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യാൻ കമ്പ്യൂട്ടർ ഒഴിവാക്കാൻ പറ്റില്ല. നമ്മൾ പർച്ചേസ് ചെയ്യുന്നതും സെയിൽസ് ചെയ്യുന്നതും ഒക്കെ ഒന്ന് മാർക്കറ്റിംഗ് പലതും നമ്മൾ കമ്പ്യൂട്ടർ സംവിധാനത്തിലൂടെ ചെയ്യുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിലെ പ്രൊഡക്റ്റുകൾ നമ്മൾ കാണുകയും പരിശോധിക്കുകയും ഓർഡർ കൊടുക്കുകയും തിരിച്ച് ഇങ്ങോട്ടും അതേപോലെ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നതിൻ്റെ ആവശ്യം കമ്പ്യൂട്ടർ ആവശ്യമാണ്. അതേപോലെ തന്നെ അക്കൗണ്ട്സ് ഫീൽഡിൽ ഉപയോഗിക്കുന്നത് അല്ലേ. അക്കൗണ്ടിങ്ങിൽ നമ്മൾ സാധാരണ സ്ഥാപനത്തിന്റെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള അക്കൗണ്ടുകൾ ഉണ്ട്. ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഡേ ബുക്ക്, ലെഡ്ജറുകൾ, ജേണലുകൾ, ട്രയൽ ബാലൻസുകൾ, ഇങ്ങനെയുള്ള ഡേ ബുക്കുകളായിക്കോട്ടെ, ഇങ്ങനെയുള്ള ഫിനാൻഷ്യൽ ആയിട്ടുള്ള അക്കൗണ്ടുകൾ തയ്യാറാക്കാനൊക്കെ നമുക്ക് ഇന്ന് കമ്പ്യൂട്ടറുകൾ അല്ലേ. സ്റ്റാഫുകളുടെ സാലറി ഡീറ്റെയിൽസ് ഉള്ള പേറോൾ അക്കൗണ്ട് ആയിക്കോട്ടെ, ഇതിനൊക്കെ ഇന്ന് എന്തുവാണ് കമ്പ്യൂട്ടർ ആവശ്യമാണ്. അതേപോലെ തന്നെ സ്റ്റോറേജ്, കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഡിജിറ്റൽ ഫിസിക്കൽ ആയിട്ടുള്ള സ്റ്റോറേജ് അല്ല, ഡിജിറ്റൽ സ്റ്റോറേജ് ആണ്. അതിനുള്ള മെമ്മറി കപ്പാസിറ്റി ഒരു ഫിസിക്കലായുള്ളതിനേക്കാൾ കൂടുതലാണ് കമ്പ്യൂട്ടർ. കൂടുതൽ വിവരങ്ങൾ അതിൻ്റെ മെമ്മറിയിൽ അല്ലേ. CPU എന്ന് പറയുന്നത് ബ്രെയിൻസ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്, അവിടെ നമുക്ക് മെമ്മറിയിലെ വിവരങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കാനൊക്കെ
കഴിയുന്നുണ്ട്. അതൊക്കെ ബിസിനസ്സിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. അതേപോലെ തന്നെ എഡ്യൂക്കേഷണൽ പർപ്പസാണ്. എഡ്യൂക്കേഷനായിട്ടുള്ള പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഒരു ബിസിനസ് മേഖലകളിലെ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ബിസിനസ് മേഖലകളിലുള്ള എഡ്യൂക്കേഷനെ വെച്ച് നോക്കുമ്പോൾ പ്രൊഡക്റ്റുകളെ കുറിച്ച് അറിയാനും പ്രൊഡക്റ്റുകളെ കുറിച്ച് ബ്രാൻഡഡ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ അറിയാനൊക്കെ നമുക്ക് ഇന്ന് പ്രൊഡക്റ്റിനെ കുറിച്ച് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഒരാൾക്ക് പഠിക്കാനൊക്കെ ഏത് സഹായിക്കുന്നുണ്ട്? കമ്പ്യൂട്ടർ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മാർക്കറ്റ് മേഖലകളെ കുറിച്ചിട്ടും ബിസിനസ് മേഖലകളെ കുറിച്ച് പഠിക്കാനും പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ മാർക്കറ്റിലേക്ക് ഇറക്കാനും ഇതിനൊക്കെ ഇന്ന് കമ്പ്യൂട്ടറുകൾ സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ റിസർച്ച് നടത്താനും അല്ലേ, ബിസിനസ് മേഖലകളിലൊക്കെ ഓൺലൈനായിട്ടുള്ള സർവേസ്, ഏതെല്ലാം പുതിയ പുതിയ നവീന ആശയങ്ങൾ, പുതിയ പുതിയ ഐഡിയകൾ, പുതിയ പുതിയ ടെക്നിക്ക് മെത്തേഡുകൾ എന്തെല്ലാം കൊണ്ടുവരണം എന്നുള്ളതിനെ കുറിച്ച് റിസർച്ച് നടത്തണമെങ്കിലും കമ്പ്യൂട്ടറുകൾ ആവശ്യമാണ്. ഇനി അടുത്ത ടോപ്പിക്കാണ് കമ്പ്യൂട്ടർ ഫോർ സൊസൈറ്റിയാണ്. ഒരു ഇൻഡിവിജ്വലിന് മാത്രമല്ല ഒരു സമൂഹത്തിലും കമ്പ്യൂട്ടറിന്റെ ആവശ്യങ്ങൾ പല മേഖലകളിൽ വരുന്നുണ്ട്. അതിൽ വരുന്നതാണ് അഗ്രികൾച്ചറാണ്. കാർഷിക മേഖലകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവിടെ കമ്പ്യൂട്ടർ നമുക്ക് ഇന്ന് ഒഴിവാക്കാൻ പറ്റാത്തതാണ്. എന്തിനാണ് കാർഷിക മേഖലകൾ എന്ന് പറയുന്നത്? നമുക്ക് ഫൈൻഡ് ദി ബെസ്റ്റ് സോയിൽ സീഡ്സ്, നല്ല തരത്തിലുള്ള മണ്ണുകൾ, ഓരോ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള മണ്ണ് ഏതാന്നുള്ളത് നമുക്ക് കമ്പ്യൂട്ടർ വഴി നെറ്റ് വഴി പരിശോധിച്ചറിയാൻ പറ്റും. അതിന് പറ്റിയ അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ ഏതൊക്കെയാണ്, പ്ലാന്റ്സുകൾ ഏതൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ നല്ല രീതിയിൽ അനലൈസ് ചെയ്താലാണ് നല്ല രീതിയിൽ നമുക്ക് ക്രോപ്സുകൾ കിട്ടുള്ളൂ. അപ്പോൾ അഗ്രികൾച്ചറിലുള്ള വെപ്പൺസ്, പുതിയ പുതിയ ടെക്നോളജികൾ ഏതൊക്കെയാണ്, അതിനുള്ള സോയിൽസ് ഏതൊക്കെയാണ്, ലാൻഡ് ഏതൊക്കെയാണ്, അതിലേക്കുള്ള സീഡ്സ് ഏതൊക്കെയാണ്, പ്ലാന്റ് ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ ഐഡന്റിഫൈ ചെയ്യാനൊക്കെ നമുക്ക് കമ്പ്യൂട്ടർ ആവശ്യമാണ്. ഇതേപോലെ തന്നെ ഹെൽത്ത് സെക്ടർ അല്ലെ, ആരോഗ്യ മേഖലകളിൽ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ, ഹോസ്പിറ്റലുകളിലായിക്കോട്ടെ, അവിടെ ഒന്നും കമ്പ്യൂട്ടർ ഒഴിവാക്കാൻ പറ്റാതെ നമ്മുടെ നിത്യപരമായിട്ട് എക്സ്റേ ആയിക്കോട്ടെ, ECG ആയിക്കോട്ടെ, സ്കാനിങ് ആയിക്കോട്ടെ, ബ്ലഡ് ടെസ്റ്റ് ആയിക്കോട്ടെ, ഇങ്ങനെ പല കാര്യങ്ങളും ഇന്ന് കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതേപോലെ തന്നെ ട്രാഫിക് മേഖലകളിലൊക്കെ നമുക്ക് കമ്പ്യൂട്ടർ ആവശ്യം ഉണ്ടാവും അല്ലെ. സാധാരണ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ അവരുടെ ഓഫീസിൽ ഇരുന്നിട്ട് ഓരോ ഭാഗത്തുള്ള ട്രാഫിക്കുകൾ അവർക്ക് ഓഫീസിൽ നിന്ന് പരിശോധിക്കാൻ കഴിയും. അതിനനുസരിച്ച് അവിടെ വേണ്ട ആളുകളെ അറേഞ്ച് ചെയ്യാനും ആ ട്രാഫിക് പ്രോബ്ലംസ് എങ്ങനെ അവോയ്ഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് ചർച്ച വെക്കാനൊക്കെ സ്വന്തം ഓഫീസിലിരുന്ന് ഓരോ സിറ്റികളും ഓരോ ടൗണുകളുടെയും ട്രാഫിക്കുകളൊക്കെ പരിശോധിക്കാൻ കഴിയും. അതേപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് അല്ലേ, ഓരോ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റുകളുടെ ജോലികൾ, അഡ്മിനിസ്ട്രേഷൻ ഫീൽഡുകളിലൊക്കെ വർക്കുകൾ ചെയ്യാൻ, ഓരോ ഡിപ്പാർട്ട്മെന്റുകളുടെ വർക്കുകൾ ചെയ്യാനൊക്കെ ഇന്ന് കമ്പ്യൂട്ടർ സഹായിക്കുമെന്നതാണ്. ഇനി അടുത്ത റോൾ ഓഫ് കമ്പ്യൂട്ടർ ഇൻ ബിസിനസ്, ട്രേഡ് ആൻഡ് കൊമേഴ്സ് അല്ലെ. ബിസിനസിന്റെ കച്ചവട മേഖലകളിലായിക്കോട്ടെ, വാണിജ്യ മേഖലകളിലായിക്കോട്ടെ കമ്പ്യൂട്ടർ എന്തിനേക്കാൻ പോയോ? ഒന്ന് ഇൻവെന്ററി മാനേജ്മെന്റ്, അവിടുത്തെ സ്റ്റോക്ക് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടർ ആവശ്യമാണ്. റോ മെറ്റീരിയൽ ആയിക്കോട്ടെ, സ്റ്റോക്ക് നമുക്ക് പല രീതിയിലുള്ള സ്റ്റോക്കുകൾ അവിടെ വരും. അതിനുള്ള ആ സ്റ്റോക്കുകൾ എന്ന് എങ്ങനെയൊക്കെ മാനേജ്, ഓപ്പണിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക് എന്നൊക്കെ നമ്മൾ പറയുന്നത്. ആ ഒരു ബിസിനസ് വ്യത്യസ്ത തരത്തിലുള്ള ട്രേഡ് ആൻഡ് കൊമേഴ്സ് ആക്ടിവിറ്റീസ് നടത്തുമ്പോൾ അവിടെ റോ മെറ്റീരിയൽ സപ്ലയർ ഉണ്ടാവും, മാനുഫാക്ചേഴ്സ് ഉണ്ടാവും, ഹോൾസെയിലർ ഉണ്ടാവും, റീറ്റെയിലർ ഉണ്ടാവും അല്ലേ. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽ ആയിക്കോട്ടെ സ്റ്റോക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ ഈസിയർ ഫിനാൻഷ്യൽ റെക്കോർഡ് കീപ്പിംഗ് ആണ്. ഫിനാൻഷ്യൽ റെക്കോർഡ് കീപ്പിംഗ് ഇതിന് കമ്പ്യൂട്ടർ ആവശ്യമാണ്. ഈസിയർ ആയിട്ടുള്ള ഫിനാൻഷ്യൽ റെക്കോർഡ് തന്നെ ട്രേഡിംഗ് അക്കൗണ്ട് ആയിക്കോട്ടെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആയിക്കോട്ടെ, ഡേ ബുക്ക് ആയിക്കോട്ടെ, ലെഡ്ജർ ആയിക്കോട്ടെ, ബാലൻസ് ഷീറ്റ് ആയിക്കോട്ടെ, പേറോൾ അക്കൗണ്ട്, ഇതിനൊക്കെ നമുക്ക് കമ്പ്യൂട്ടർ ആവശ്യമാണ്. അതേപോലെ തന്നെ ബഡ്ജറ്റിംഗ് ആൻഡ് ഫോർകാസ്റ്റ്, ഈ പോയിന്റുകളൊക്കെ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് നോക്കും. ബഡ്ജറ്റിംഗ് ആൻഡ് ഫോർകാസ്റ്റിംഗ് നമുക്ക് അതിന് സോഫ്റ്റ്വെയർ ഉണ്ട് അല്ലേ. സ്പ്രെഡ്ഷീറ്റ്, എക്സൽ സോഫ്റ്റ്വെയർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ. അതിൽ നമുക്ക് ഫിനാൻഷ്യൽ കാൽക്കുലേഷൻ ആയാലും ഫ്യൂച്ചർ സെയിൽസ് എസ്റ്റിമേറ്റ് ചെയ്യാനും
ബിസിനസ് എക്സ്പാൻഷൻസ് ചെയ്യാനൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, എക്സൽ ഷീറ്റുകൾ നമുക്ക് ബഡ്ജറ്റ് ആൻഡ് ഫോർകാസ്റ്റിങ്ങിനെ സഹായിക്കുന്നുണ്ട്. പിന്നെ അടുത്താണ് സ്റ്റോറേജ് എന്നതാണ്. അടുത്ത പോയിന്റാണ് സ്റ്റോറേജ് എന്നാണ്. യൂസിങ് ഇന്റർനെറ്റ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഹ്യൂജ് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇന്റർനെറ്റിന്റെ സഹായത്തോടെ ഒരുപാട് ഡാറ്റകൾ നമ്മൾ കമ്പ്യൂട്ടറിൽ സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ എഫിഷ്യൻസി ഓഫ് ഓപ്പറേഷൻസ് ആണ്. കമ്പ്യൂട്ടറിന്റെ കാര്യക്ഷമമായിട്ടുള്ള വർക്കിന് എന്ത് വേണം, കമ്പ്യൂട്ടർ വേണം എന്നുള്ളതാണ് പറയുന്നത്. വളരെ ഫാസ്റ്റ് ആയിട്ടും അക്യുറേറ്റ് ആയിട്ടും കറക്റ്റ് ആയിട്ട് വർക്കുകൾ ചെയ്യാൻ കമ്പ്യൂട്ടർ സഹായിക്കുന്നുണ്ട്. നമുക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്കതിന് മീറ്റിംഗ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ സ്കൈപ്പ് വീഡിയോ ആയിക്കോട്ടെ, ടെലിഫോൺ കോൺഫറൻസിങ് ആയിക്കോട്ടെ, സൂം, ഗൂഗിൾ മീറ്റ്, ഇതൊക്കെ ഒരു ബിസിനസ് നടക്കുന്നുണ്ട്. അതൊക്കെ നല്ല രീതിയിൽ നടക്കാൻ നമുക്ക് അതിലൂടെ ബിസിനസ് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാനൊക്കെ സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സ്ട്രീം ലൈൻ ഓഫ് ബിസിനസ് കമ്മ്യൂണിക്കേഷനൊക്കെ നല്ല രീതിയിൽ ബിസിനസ് ടു ബിസിനസ് ആകാം, അല്ലെ? രണ്ട് ബിസിനസ്സുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആകാം, അല്ലെങ്കിൽ ബിസിനസ് ടു കസ്റ്റമർ ആകാം, ബിസിനസ് ടു എംപ്ലോയി ആകാം, ബിസിനസ് ടു ഗവൺമെന്റ് ആകാം. ഇതുവരെയുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ നടത്താനൊക്കെ നമുക്ക് കമ്പ്യൂട്ടറുകൾ, അത് എക്സ്റ്റേണൽ ആയിട്ടുള്ള പാർട്ണർമാരായിക്കോട്ടെ, ഇൻവെസ്റ്റർ ആയിക്കോട്ടെ, ഇവരുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കമ്പ്യൂട്ടർ സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മാനേജ് കസ്റ്റമർ ആൻഡ് പാർട്ണർ റിലേഷൻഷിപ്പാണ് അടുത്ത പോലെ. കസ്റ്റമറും പാർട്ണറും നമ്മുടെ റിലേഷൻഷിപ്പ് മെയിൻ ചെയ്യാനൊക്കെ സഹായിക്കുന്നുണ്ട് എന്നതാണ്. ഇനി ലാസ്റ്റ് ടോപ്പിക്കാണ് കമ്പ്യൂട്ടർ റോൾ ഇൻ ഓൺലൈൻ ബിസിനസ്. ഇന്ന് ഓൺലൈൻ മേഖലകളിൽ ഒരുപാട് ബിസിനസ് ഉണ്ട്. ഡ്രസ്സുകൾ നടത്തുന്നുണ്ട്, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ നടത്തുന്നുണ്ട്. പല പ്രൊഡക്റ്റുകളും നമുക്ക് നമ്മൾ വീട്ടിലിരുന്ന സാധനം അവിടേക്ക് എത്തും. നമ്മൾ കമ്പ്യൂട്ടറിൽ നിന്നാണ് ഓർഡർ കൊടുത്താൽ മതി. സാധനം നമ്മൾ എവിടെ കടയിൽ പോയി പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഹോട്ടലിൻ്റെ സാധനമാണ്, ഹോട്ടലിൻ്റെ സാധനം വീട്ടിൽ നമുക്കൊരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലുണ്ടാക്കേണ്ട ആവശ്യമില്ല. ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സാധനങ്ങൾ വീട്ടിലേക്ക് എത്തുകയാണ്. അതെന്തെങ്കിലും ഫങ്ഷൻസ്, നമുക്ക് ഡ്രസ്സ് വേണം, അല്ലെങ്കിൽ മൊബൈൽ വേണം, ഒരു വാഹനം വേണം, ഇതൊക്കെ നമുക്ക് ഓർഡർ കൊടുത്ത് നമ്മൾ വീട്ടിലേക്ക് എത്തുകയാണ്. ഡൽഹിയിൽ നിന്ന് നമുക്ക് സെയിൽസ് നടത്താനുള്ള ഡ്രസ്സുകൾ വേണമെങ്കിൽ നമ്മൾ ഓർഡർ കൊടുത്താൽ നമുക്ക് സാധനം നമ്മളിവിടെ കൊറിയർ വഴിയോ പോസ്റ്റ് വഴിയോ എത്തുന്നുണ്ട്. അത്തരം മേഖലകളിലേക്ക് വളർന്നുകൊണ്ട് ഒരുപാട് ആളുകൾ ഇന്ന് ഓൺലൈൻ ബിസിനസ് നടത്തുന്നത്. കൊറോണ വന്നതിന് ശേഷം ആ മേഖലകൾ വല്ലാതെ പുരോഗതി ഉണ്ടായിട്ടുണ്ട് എന്നതാണ് പറയുന്നത്. ഓൺലൈനായിട്ട് അത് ബിസിനസ് ആയിക്കോട്ടെ, എഡ്യൂക്കേഷൻ മേഖലകളിൽ ഇവിടെയൊക്കെ ഓൺലൈനായിട്ട് കാര്യങ്ങൾ, വിദേശത്തുള്ള ഒരു സാധനം നമ്മുടെ നാട്ടിലിരുന്ന് ഇങ്ങനെ എന്ത് ചെയ്യുക, കമ്പ്യൂട്ടറിൽ കാണാം, അത് പർച്ചേസ് ചെയ്യാം, സാധനങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് എത്തിക്കും. ഒന്നില്ലെങ്കിൽ നമ്മൾ മുമ്പ് ക്യാഷ് അടക്കണം, അല്ലെങ്കിൽ സാധനം വീട്ടിലെത്തിയതിന് ശേഷം ക്യാഷ് അടക്കുന്ന രീതിയിലേക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഓൺലൈൻ ബിസിനസ്സൊക്കെ നമ്മൾ 20-21 നൂറ്റാണ്ടുകളിലൊക്കെ ഇന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആ മേഖലകളിൽ ഒരുപാട് ആളുകൾക്ക് ഇന്ന് തൊഴിലവസരങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെന്നതാണ്. ഇത്രയാണ് നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ പകുതി ഭാഗം എന്നത്. ബാക്കിയുള്ളത് അടുത്ത വീഡിയോയിൽ അവതരിപ്പിക്കും. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. പ്രത്യേകിച്ച് നിങ്ങൾ ഈ പോയിന്റുകൾ നോട്ട് ചെയ്ത് വെച്ചാൽ എക്സാമിന് നിങ്ങളുടെ ലാംഗ്വേജിൽ തന്നെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. ഇനി വരും വീഡിയോയിൽ നമ്മൾ ബാക്കിയുള്ള ക്ലാസ്സുകളും ഡിഗ്രിയുടെയും അതേപോലെ +2-ൻ്റെയും SSLC-യുടെയൊക്കെ 6 മാസം കൊണ്ട് SSLC +2-ൻ്റെയൊക്കെ അഡ്മിഷൻ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇഗ്നോ ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റി പോലുള്ള യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി അഡ്മിഷൻ നൽകുന്നുണ്ട്. അഡ്മിഷനും മറ്റു കാര്യങ്ങൾക്കും കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അത് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക 9037114679. ഓക്കെ, താങ്ക് യു.